നമസ്കാരം. യുവസംഗീതജ്ഞൻ അനൂപ് വെള്ളാറ്റത്തൂരിന്റെ മരണം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തതിൽ നിന്നും മറ്റു ദുരൂഹതകളില്ലെന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കിയത്. ആത്മഹത്യക്കുറിപ്പിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്ന് സൂചിപ്പിച്ചാണ് അനൂപിന്റെ ആത്മഹത്യക്കുറിപ്പ്. സുഹൃത്തുക്കളോടും കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നു എന്ന വിധത്തിലാണ് കുറിപ്പ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് നല്ലൊരു അച്ഛനാകാനും മകനാകാനും നല്ലൊരു ഭർത്താവാകാനും കഴിഞ്ഞില്ല. ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ട ആളല്ല. ഞാൻ മൂലം വിഷമിക്കപ്പെട്ട എല്ലാവരോടും മാപ്പ്. ഇങ്ങനെയാണ് അനൂപ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തും. അനൂപിന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന സൂചനയാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. അത് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പുറമേ തീർത്തും സന്തോഷവാനായിരുന്നു അനൂപ്. അതുകൊണ്ട് തന്നെ അനൂപ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. മരണത്തിന് 2 ദിവസം മുമ്പ് വരെ അദ്ദേഹം പൊതു സംഗീത രംഗത്ത് സജീവമായിരുന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തന്റെ കലാസബരിയിൽ അനൂപ് മുഴുകിയിരുന്നു. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞ നിൻ പൂമുഖം. ഞായറാഴ്ച വെള്ളാറ്റഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാവിരുന്നിൽ ഈ ഗാനം ആലപിച്ചാണ് അനൂപ് വെള്ളാറ്റഞ്ഞൂർ മടങ്ങിയത്. തൊട്ടടുത്ത ദിവസം തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഇദ്ദേഹം തിങ്കളാഴ്ച സ്കൂളിലെത്തി ക്ലാസ്സും എടുത്തിരുന്നു. അധ്യാപനം ഇഷ്ടപ്പെട്ട വ്യക്തിയായ അനൂപ് പതിവ് പോലെയാണ് വിദ്യാർത്ഥികളുമായി സംവദിച്ച് ക്ലാസ് എടുത്തത്. എന്നാൽ തൊട്ടടുത്ത ദിവസം സംഗീത ലോകത്തിൽ നിന്നും അനൂപ് സ്വയം വിടവാങ്ങിയായിരുന്നു. നഗരത്തിലെ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്ന സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടയ്ക്കിലും ഗിറ്റാറിലും ഹാർമോണിയത്തിലുമെല്ലാം അനൂപ് കൈവഴക്കം നേടിയിരുന്നു. സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും സോപാന സംഗീതവും കവിതയുമെല്ലാം പല വേദികളിൽ അവതരിപ്പിച്ചു. ഞായറാഴ്ചത്തെ സംഗീത പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോൾ സുഹൃത്തുക്കളോട് തന്റെ ആഗ്രഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ജന്മനാടായ വെള്ളാറ്റഞ്ഞൂർ എൻ്റെ പേരിൽ കൂടി പ്രശസ്തമാകണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പുതുതായി വാങ്ങിയ കാറിലായിരുന്നു ഈ വരവ്. വീട്ടുകാരുടെ കൂട്ടരും നാട്ടുകാരുടെ അനൂപ് മാഷുമായിരുന്നു അനൂപ് വെള്ളാറ്റഞ്ഞൂർ. ചെണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടക ഗാനഗായകനുമായ പിതൃ സഹോദരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂരിൽ നിന്നാണ്. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയകിരീടം അണിഞ്ഞു. കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അനൂപിൻ്റേത്. 2019 തൃശൂർ പൂരത്തിന് പൂരത്തെക്കുറിച്ച് അനൂപ് രചിച്ച് സംഗീതം നൽകിയ ഒരു ഗാനം ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് ചെയ്തിരുന്നു. പൂരക്കാലത്ത് യൂട്യൂബിൽ റിലീസ് ചെയ്ത പൂരം ജനിച്ചൊരു നാട് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട്. വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റ് കുടുംബാംഗമാണ്. തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായിരുന്ന രാജലക്ഷ്മിയുടെയും പുറ്റേക്കര സെയിന്റ് ജോർജ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പരേതനായ പീതാംബരൻ്റെയും മകനാണ്. ഡോക്ടർ പാർവതിയാണ് ഭാര്യ. പാർവണ, പാർദീപ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് രാവിലെ വെള്ളാറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. ഇലഞ്ഞിക്കുണ്ടം ബാൻഡിന്റെ അമരക്കാരൻ എന്ന നിലയിലും പരിചിതനായിരുന്നു അനൂപ്. വടക്കേച്ചിറയ്ക്ക് സമീപത്തെ ഫ്ളാറ്റിൽ ചൊവ്വാഴ്ച രാവിലെയാണ് അനൂപിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഇനിയും വ്യക്തതകൾ വരാനുണ്ട്. അധ്യാപകൻ എന്ന നിലയിലും സംഗീതജ്ഞൻ എന്ന നിലയിലും ശ്രദ്ധേയനായ അനൂപിന്റെ വിയോഗത്തിന്റെ ഞെട്ടലാണ് സുഹൃത്തുക്കളും ആരാധകരും കുട്ടികളുമൊക്കെ. എന്തിനാണ് അനൂപ് ഈ കടുങ്കൈ ചെയ്തതെന്ന് ചോദിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെയും രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം അനേകം ആരാധകർ അനൂപിനുണ്ടായിരുന്നു. വിവിധ സംഗീത ഉപകരണങ്ങൾ അനായാസം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അനൂപ്. ഗായകനും ഇടയ്ക്ക് വാദകനുമായിരുന്നു. ഗിറ്റാർ, കീബോർഡ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ഇലഞ്ഞിക്കുട്ട ബാൻഡിന് ഇത്രയും ആരാധകരെ സൃഷ്ടിക്കുന്നതിൽ അനൂപിന്റെ ഇടപെടലായിരുന്നു ശ്രദ്ധേയമായിരുന്നത്. അനൂപിന്റെ മരണവാർത്ത അറിഞ്ഞ് കണ്ണീരണിയുകയാണ് സൈബറിടവും.